ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം മാർക്ക് ചെയ്യും. ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സൂപ്പർവൈസറെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. SIT ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, അതിനിർണായകമാണല്ലോ ഇദ്ദേഹത്തെ, ഈ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ SITക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? ഇന്ന് നേരത്തെ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇത്. മഞ്ജുഷ, സുപ്രധാന നീക്കങ്ങളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നതെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ബൽത്തങ്ങാടിയിലുള്ള ക്യാമ്പ് ഓഫീസിൽ ഈ ശുചീകരണ തൊഴിലാളിയും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും ഈ SIT ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ കൂടിയാലോചന നടക്കുകയാണ്. ഇതിലേറ്റവും ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്താനാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത് ആ സ്ഥലങ്ങൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കും. ആ പ്രദേശം മാർക്ക് ചെയ്തു വെച്ച് പിന്നീട് ഒരു പക്ഷേ നാളെ ആയിരിക്കും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ വനം വകുപ്പിന്റെ സ്ഥലമാണിത്. വനം വകുപ്പിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം RDOയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കുഴിച്ച് പരിശോധിക്കാനൊക്കെ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ RDO കൂടി ഈ സമയത്ത് ഉണ്ടാകണം. അത്തരം നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഏതൊക്കെ ഇടങ്ങളിൽ ഇയാൾ ഈ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ ആ സ്ഥലം കണ്ടെത്തുക, അത് അയാളെ നേരിട്ട് അവിടെ കൂട്ടിക്കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുക. നമ്മൾ ധർമ്മസ്ഥല പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ ശുചീകരണ തൊഴിലാളിയോട് എത്താൻ പറഞ്ഞതും പിന്നീട് പോലീസ് എത്താതിരുന്നതും 1 മണിക്കൂർ കഴിഞ്ഞ് ഈ ശുചീകരണ തൊഴിലാളിയും അവരുടെ അഭിഭാഷകൻ തിരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. 15 മണിക്കൂറാണ് കഴിഞ്ഞ 2 ദിവസം ഇയാളെ മൊഴിയെടുത്തത്. വിശദമായ മൊഴിയെടുത്തിരിക്കുന്നു. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇയാൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരുന്നു. അതായത് നേരത്തെ രഹസ്യ മൊഴിയിൽ നൽകിയതിന് അപ്പുറം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഈ SIT സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി നമ്മൾ അല്പസമയം സംസാരിച്ചിരുന്നു. അവർ ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ്. ശാസ്ത്രീയമായ ഒരു പരിശോധന തന്നെയാണ് അവിടെ വേണ്ടത്. ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ ആകരുത് ഈ പരിശോധന. അതുകൊണ്ട് തന്നെയാണ് പല കൂടിയാലോചനകളും ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുമായുള്ള കൂടിയാലോചനയാണ്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കും. പരിശോധന, കുടിച്ചുള്ള പരിശോധന, അല്ലെങ്കിൽ നേരത്തെയൊക്കെ പറഞ്ഞത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ കാണുന്നുണ്ടോ എന്ന രീതിയിൽ ഒരു പരിശോധന നടത്തി അവിടെ കുഴിക്കാനാണ് ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. ഏതായാലും ഇതിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നിലവിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി DGPയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ DGP നേരിട്ട് ധർമ്മസ്ഥലയിലേക്ക് എത്താനുമുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. 20 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ധർമ്മസ്ഥല ഒരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു പറയാമല്ലോ ഇല്ലേ, നേരത്തെ ഇത് മൂടിവെച്ച കാര്യമാണ്, അന്വേഷണം നടന്നിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വന്നതിന് ശേഷവും പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് രാജിവെച്ച് പോകുവാൻ താല്പര്യം കാട്ടിയവരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് അന്വേഷണം പോകുമെന്ന് തന്നെയാണോ? കാരണം അഭിഭാഷകരുടെ ഒരു വലിയ സംഘം നിയമ പോരാട്ടവുമായി രംഗത്തുണ്ടല്ലോ. ഏത് സമയത്തെങ്കിലും തടസ്സപ്പെട്ടാൽ ഉടൻ തന്നെ കോടതിയെ സമീപിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരമൊരു പോരാട്ടം ഇതിനൊപ്പം തന്നെ നടക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ SITക്ക് കൃത്യമായിട്ട് അന്വേഷിച്ച് പോകാൻ പറ്റും, തെളിവുകൾ കണ്ടെത്താൻ പറ്റും എന്ന ഒരു ബോധ്യമുണ്ടാകുന്നുണ്ടോ ഇപ്പോൾ? പൊതുസമൂഹത്തിനെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ബോധ്യം ഉണ്ടോ ഇപ്പോൾ? തീർച്ചയായും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരാണ് ഈ അന്വേഷണം ഇത്രത്തോളം എത്തിച്ചതെന്ന് പറയേണ്ടി വരും. അവർ പൂർണ്ണ തൃപ്തരാണെന്നാണ് നിലവിൽ ഈ സമയം വരെ പൂർണ്ണ തൃപ്തരാണെന്നാണ് പറയുന്നത്. കാരണം SITയുടെ നീക്കങ്ങൾ അങ്ങനെയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരാണ്, നേരത്തെ നിരവധി കേസുകൾ അന്വേഷിച്ച് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഏതായാലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ നിന്നും മാറിയിരുന്നു. പക്ഷേ അത് അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള മാറ്റം. അത് ഏതെങ്കിലും തരത്തിൽ ഈ SIT സംഘത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. അന്വേഷണം കൃത്യമായി DGPയാണ് ഇതിൽ ഏകോപനം നടത്തുന്നത്. DGPയുടെ മേൽനോട്ടത്തിലാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെയാണ് 15 മണിക്കൂർ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് വീഡിയോയിൽ, ക്യാമറയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മുഴുവൻ മൊഴി നൽകുന്നതും ചിത്രീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് മംഗളൂരിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത്. എന്നാലും ഇപ്പോൾ നിലവിൽ ശുചീകരണ തൊഴിലാളിയെ
ധർമ്മസ്ഥലയിൽ എത്തിച്ചിട്ടുണ്ട്. അവരുടെ അഭിഭാഷകരുണ്ട്. ഇതിൽ ചെറിയൊരു തർക്കമുള്ളത് ഈ അഭിഭാഷകർ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഈ പരിശോധന തെളിവെടുപ്പ് നടത്തുമ്പോൾ തന്നെ ആ പരിശോധന നടത്തണം, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അതിലൊരു തീരുമാനമാകാനുണ്ട്. അത് പോലീസ് SIT ഇവർക്ക് ഉറപ്പ് നൽകുന്നത് ആ സ്ഥലം സീൽ ചെയ്ത് അത് പോലീസ് കാവൽ ഏർപ്പെടുത്തുന്ന സംവിധാനത്തിലേക്ക് പോകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി 2-3 ദിവസത്തിനകം തന്നെ മറ്റ് നടപടികൾ, തുടർ നടപടികളിലേക്ക് കടക്കും. ഏതായാലും ഈ മണ്ണിൽ മൂടിവെച്ച ഒരുപാട് രഹസ്യങ്ങളുണ്ട് പുറത്തു വരാൻ. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആ വാർത്തകൾ അതെല്ലാം പുറത്തു വരാനുണ്ട്. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. കാണാതായവർ ഒരുപാടുണ്ട്. അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഒരു ദൗത്യം തന്നെയാണ് SIT ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്താൻ ആലോചന നടക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. 100-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി. എന്തായാലും ഈ രഹസ്യങ്ങൾ തേടിയുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഇടവേളയ്ക്ക്